സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. ഇന്ന് വളരെ രസകരമായ ഒരു സംഭവം നടന്നു. രാവിലെ 11 മണിക്കായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. അദ്ദേഹം കൂരമ്പുകളേറ്റ് ആഴ്ചകളായി ഭീഷ്മരെ പോലെ ശരശയിൽ ആയിരുന്നു എന്ന് നാം കരുതിയിരുന്നു. അദ്ദേഹം ഇതിനെ എങ്ങനെ അതിജീവിക്കും, എങ്ങനെ സാധാരണ പത്രലേഖകരെ അഭിമുഖീകരിക്കാത്ത അദ്ദേഹം അഥവാ ഇനി വല്ലപ്പോഴും അഭിമുഖീകരിക്കുകയാണെങ്കിൽ ആ സമയമൊക്കെ മൈക്കിനെ ചീത്ത പറയുകയും മാറി നിൽക്കട കറക്കുപുറത്ത് അതിങ്ങോട്ട് വേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്ന അദ്ദേഹം, കോപാകുലനായ അദ്ദേഹം ഇന്ന് എന്ത് കവചമാണ് തീർക്കുന്നതെന്നറിയാൻ നമ്മൾ വളരെ വളരെ ബുദ്ധിമുട്ടി കാത്തിരുന്നു. ആകാംക്ഷയോടെ അദ്ദേഹം ആ കവചം ഇന്ന് പുറത്തെടുത്തു. ആ കവചം നമ്മുടെ ഗാന്ധിജി നമുക്ക് നിരാഹാര സമരം പഠിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു പുതിയ കവചമാണ് ഇന്ന് പുറത്തെടുത്തത്. പരിക്കനായ അദ്ദേഹം ഇന്ന് 10,000 രൂപ സമ്മാനം ഉത്തരം പറയുകയാണെങ്കിൽ എന്ന് നമ്മൾ ടോക്ക് ഷോയിലും നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെ നമ്മുടെ MG ശ്രീകുമാർ പറയാറില്ലേ, അതുപോലെ ഫുൾ ടൈം ചിരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മറുപടി ഉണ്ടായിരുന്നില്ല, വെറുതെ ചിരിക്കുക. അങ്ങനെ ചിരിച്ച അദ്ദേഹം ഇന്ന് തടി തപ്പി എന്ന് പറയാം എന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ചിരിക്കുവാനും അറിയാം എന്ന് ഇതോടുകൂടി നമുക്ക് വളരെ വ്യക്തമായി. അത്രയും സന്തോഷം. രണ്ടാമത്തെ ഒരു വിഷയം, ഇന്നലെ അദ്ദേഹം നമ്മുടെ KT ജലീൽ അദ്ദേഹമായിരുന്നല്ലോ നമ്മുടെ PV അൻവറിനെ എല്ലാ ചാലകശക്തിയായും പ്രേരകശക്തിയായും ഒക്കെ നിന്നത്. നമ്മുടെ KT ജലീൽ മുൻ മന്ത്രി, ലീഗുകാരനായിരുന്നു. ലീഗിൽ നിന്ന് പിളർത്തി കുറേ ആൾക്കാരെ കൊണ്ടുവരാം എന്നുള്ള പ്രലോഭനം ഒക്കെ കൊടുത്ത് അദ്ദേഹം പ്ലാനിൽ അങ്ങനെ CPMൽ ചേർന്ന ആളാണ്. കുറച്ച് പേരെ കൊണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഗുണമൊന്നും ഇല്ലെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തിരി എടുക്കുക ചെറുക്ക് എന്നുള്ള നിലയിലാണുള്ളത്. അതിൽ അമർഷമുണ്ട്. അദ്ദേഹമാണ് PV അൻവറിൻ്റെ പുറകിൽ എന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തി. പക്ഷേ അദ്ദേഹം ഒരു വസ്തു ഉരിയാടിയില്ല. CPM വേണ്ട വിധത്തിരുന്ന് ഭയപ്പെടുത്തിയപ്പോൾ ചുമ്മാ വാലും ചുരുട്ടി അദ്ദേഹം മാളത്തിൽ ഒളിക്കുന്ന കാഴ്ചയാണ് നാം ഇന്നലെ കണ്ടത്. ഇതേപോലുള്ള മൂന്നാംകിട രാഷ്ട്രീയക്കാരെയൊക്കെ PV അൻവർ കൂട്ടിന് വിളിച്ചാൽ ഇതിലപ്പുറം നാണക്കേടുണ്ടാകും എന്ന് അദ്ദേഹത്തിന് ഇതോടെ മനസ്സിലായി കാണണം എന്ന്. അത് രണ്ടാമത്തെ കാര്യം. ഇനി വേറൊരു അദ്ദേഹത്തിൻ്റെ കൂടെ PTA റഹീം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു, കാരാട്ട് റസാഖ് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവരൊക്കെ കാലം മാറുമോ അതോ കൂടെ നിൽക്കുമോ, ഇത് വരും ദിവസങ്ങളെ പറയാൻ പറ്റൂ. ഏതായാലും അൻവർ ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, താനൊരു പാർട്ടി രൂപീകരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ PC ജോർജ് ചെയ്തതുപോലെ ആർക്കും വേണ്ടാത്ത ഒരു ജനപക്ഷം പോലത്തെ ഒരു പാർട്ടി രൂപീകരിച്ചാൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല മാഷെ എന്ന് സ്നേഹപൂർവ്വം PV അൻവർ സാറിനെ ഒന്ന് ഉപദേശിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു വലിയ അബദ്ധം പറ്റി. അദ്ദേഹം കേരളത്തിൽ പത്രങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രചാരമുള്ള ഏറ്റവും പഴക്കമേറിയ ദിനപത്രങ്ങളിലൊന്നായത് ഹിന്ദു, അവരെ അങ്ങോട്ട് വിളിച്ച് ഒരു ഇൻ്റർവ്യൂ തരപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. അവർ വന്നു, മുഖ്യമന്ത്രിയല്ലേ, അവർ പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത് എന്ന് നമുക്കൊന്നറിയണ്ടേ. മലപ്പുറത്ത് ഹവാല പണമിടപാടും സ്വർണ്ണക്കള്ളക്കടത്തും വളരെ കൂടുതലാണെന്നും ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നുമുള്ള അതിലെ പരാമർശം വലിയ വിവാദമായി. അതായത് മലപ്പുറത്തുള്ളവരൊക്കെ കള്ളക്കടത്തുകാരാണെന്ന് പറഞ്ഞത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒരു വിശദീകരണം ചോദിച്ചു. അപ്പോഴാണ് സത്യം പറയുന്ന ഹിന്ദു എന്ന് വെച്ചാൽ അറിയാം, അബോവ് ആവറേജ് ആൾക്കാർ വായിക്കുന്ന പത്രം, ഇംഗ്ലീഷ് ജ്ഞാനമുള്ളവർക്ക് മാത്രം വായിക്കുന്ന പത്രമാണ് അത്. കേരളത്തിന് കാര്യമായിട്ട് ആരും അതൊരു വായനക്കാരില്ല. അപ്പോൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവരുടെ സമ്മേളനങ്ങളിലൊക്കെ ഇവർ എത്തിയ തോൽവിക്ക്, പാർലമെൻറ്റ് ഇലക്ഷനിലെ തോൽവിക്ക് കണ്ടെത്തിയ കാരണം എന്താ? മുസ്ലിം പ്രീണനമാണ്, അല്ല ന്യൂനപക്ഷ പ്രീണനമാണ്. മുസ്ലിംസ് ആയിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് ഹിന്ദുക്കൾ എതിരായതെന്നാണ് അവരുടെ പാർട്ടി സമ്മേളനങ്ങൾ ഇവർ കണ്ടുപിടിച്ചത്. BJPയെ സുഖിപ്പിക്കാനാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ
ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ കള്ളക്കടത്തുകാർ സ്വർണം തട്ടിയെടുക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഒരു ന്യൂനപക്ഷത്തെയാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് വേറൊരു കുഴപ്പം കൊണ്ടുണ്ട്. PV എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് അതിനൊരു പര്യായമേ ഉള്ളൂ, പിണറായി വിജയൻ. പക്ഷേ ഇപ്പോൾ അൻവറിൻ്റെ ഇനിഷ്യൽ PV എന്നാണ്, അത് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബദൽ വന്നിരിക്കുന്നു. അദ്ദേഹം തീരെ സഹിക്കുന്ന ഒരു കാര്യമല്ല അത്. അദ്ദേഹത്തിന് ഇനിഷ്യൽ PV എന്നായിപ്പോയി, PV അൻവർ. അദ്ദേഹം പഴയൊരു കോൺഗ്രസ്സുകാരനാണ്, അവരുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സേനാനിയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ആകട്ടെ, അത് അങ്ങനെ അദ്ദേഹം ഹിന്ദു എന്ന് ചോദിച്ചു. അപ്പോൾ ഹിന്ദു ആണ് ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയത്. അത് മറ്റൊന്നുമല്ല, തങ്ങൾ കേരള ഹൗസിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ PR ഏജൻസിയുടെ സഹായത്തോടെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. PR ഏജൻസിയുടെ സഹായത്തോട് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല, അതെല്ലാം രാഷ്ട്രീയക്കാരും ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ കമ്പനി എന്ന് പറയുന്നത് കെയ്സൺസ് ഏജൻസി എന്നുള്ള കമ്പനി. ഇത് റിലയൻസിൻ്റെ ഒരു ഷെൽ കമ്പനിയാണ്, അതായത് ഒരു കടലാസ് തട്ടിക്കൂട്ട് കമ്പനി. ഇവരാണ് BJPക്ക് വേണ്ടി കേന്ദ്രത്തിലെല്ലാ PR വർക്കും ചെയ്യുന്നത്. അപ്പോൾ BJPയുടെ പ്രധാന PR ഏജൻസി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഫാസിസ്റ്റുകാർക്ക് എന്നും എതിരായിട്ടുള്ള പിണറായി വിജയൻ അല്ലെങ്കിൽ CPMൻ്റെ മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ കേരള ഹൗസിലെ മുറിയിൽ വന്നു എന്ന് പറഞ്ഞാൽ ADGP ജയകുമാർ തുടങ്ങിയ RSS നേതാക്കളെ കണ്ടു എന്ന് പറയുന്ന കാര്യത്തിലും അപ്പുറമുള്ള ഗൗരവമുള്ള സംഗതിയാണ്. അവർ എഴുതി കൊടുത്തതാണ്, രേഖാമൂലം കൊടുത്ത കാര്യങ്ങളാണ് ഞങ്ങളിട്ട് എന്ന് ഹിന്ദു പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യന് മിണ്ടാട്ടം മുട്ടിപ്പോയി. എന്നാൽ അവരെ തള്ളിപ്പറയാനോ ഈ PR ഏജൻസി അവരെ ഒന്ന് കേസിൽ കൊടുക്കാനോ അവരെ പറ്റി അന്വേഷണം പ്രഖ്യാപിക്കാനോ ഒന്നും മുതിർന്നിട്ടില്ല ഇതേവരെ. അതിൽ നിന്നൊരു കാര്യം വ്യക്തം, BJPയായിട്ടുള്ള അന്തർധാര മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വളരെ വേഗം മനസ്സിലാക്കാവുന്ന കാര്യം. ഇനി നമുക്ക് വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, എന്താണ് ഈ യഥാർത്ഥ CPMൻ്റെ LDFൻ്റെ പ്രധാന പരാജയ കാരണങ്ങൾ? നമുക്കറിയാം, ക്ഷേമ പെൻഷൻ മുടങ്ങി, സാധാ പെൻഷൻ കിട്ടാനില്ല, KSRTCയിൽ ശമ്പളമില്ല, കടുത്ത അഴിമതി നാടെങ്ങും, സഹകരണ ബാങ്ക് തട്ടിപ്പ്, സിവിൽ സപ്ലൈസിൽ ശുദ്ധശൂന്യം, സിവിൽസ് നത്തിങ്, പോലീസ് അതിക്രമം, കസ്റ്റഡി മരണം, സർവത്ര വിലക്കയറ്റം, നമ്മുടെ കരിമണൽ വിവാദം, സ്വജനപക്ഷപാതം, പിന്നെ പോലീസിൻ്റെ അതിക്രമം, ഇതെല്ലാം ചേർന്നപ്പോൾ സഖാക്കൾ കാലുമാറി, അവർ ചിഹ്നം മാറി വോട്ട് ചെയ്തു. അതാണ് നടന്നത്, അത് പറയുന്നില്ല. ഇനി നമ്മൾ അൻവർ ആരോപിച്ച് എന്താണെന്ന് നോക്കാം. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് ADGPയുടെ അറിവോടുകൂടിയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ അവിടുത്തെ മുൻ SP ആയിരുന്ന സുജിത് ദാസാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ആരോപണം. രണ്ട് നമ്മുടെ ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്നാണ്. ഇതിൻ്റെ നേതാവ് നമ്മുടെ സുജിത് ദാസ് തന്നെയാണ്. ഇവർ ലഹരി മരുന്ന് പിടിക്കുകയാണ് ഇവരുടെ പ്രധാന പണിയെങ്കിലും ഇവർ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കലായിരുന്നു മലപ്പുറത്ത് ഇവരുടെ ശരിയായ പണി. സ്വർണം വരുന്നു, പരിശോധനയൊന്നും കൂടാതെ പുറത്തു വരുന്നു, പോലീസ് പിടിക്കുന്നു, 10 കിലോ ഉണ്ടാവും, 2 കിലോ രേഖപ്പെടുത്തും, ബാക്കി അവിടെ നിന്ന് പോയി എന്ന് നമുക്കറിയില്ല. അത് ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ലഹരി മരുന്ന് പിടിക്കുന്നതിന് പകരം ഇവരുടെ ശബ്ദരേഖ, ലഹരി മരുന്ന് ഇടപാടുകാരുമായിട്ട് ഈ പറയുന്ന പോലീസ് ഓഫീസർമാർക്ക് ബന്ധമുണ്ടെന്നാണ് നമ്മുടെ അൻവർ പറയുന്നത്. അതിന് ശബ്ദരേഖയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ലഹരി കാശ് കൊടുത്ത് ഇവർ വാങ്ങുകയും ചെയ്യും. എന്തിനാ? എതിരാളികളെ നിശബ്ദരാക്കാനും അവരെ കള്ളക്കേസിൽ കൊടുക്കാനും അവരുടെ വീട്ടിൽ കൊണ്ട് വെച്ച് തെളിവുണ്ടാക്കി അവരെ അപായപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ ഗവർണർ ഒരു വെടിപൊട്ടിച്ചത്. വൈ യു ഡിഡ്ന്റ് ഇൻഫോം മീ, വൈ ഡിഡ് യു കീപ് മീ ഇൻ ദ ഡാർക്ക്, ഇങ്ങനെയൊക്കെ അദ്ദേഹം ചില ടിപ്പിക്കൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇതൊക്കെ സാധാരണ അദ്ദേഹം ചോദിക്കാറില്ല. അതിനപ്പുറം ഒന്നും അദ്ദേഹത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ മേലാളന്മാർ ചെയ്യുന്ന കാര്യത്തിനോട് അദ്ദേഹം എന്ത് പറയാൻ, വെറുതെ ഇങ്ങനെയൊക്കെ ഒരു ചപ്പടാച്ചി അടിച്ചില്ലെങ്കിൽ അദ്ദേഹം പിടിച്ചു നിൽക്കണ്ടേ? അത്രയേ ഉള്ളൂ. നമുക്കതിനെ അറിയിക്കുന്ന ഗൗരവത്തോടുകൂടി നമുക്കതിനെ തള്ളിക്കളയാം. പിന്നെ ഈ അൻവർ പറഞ്ഞ പല കാര്യങ്ങളിലൊന്ന്, മാമി റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിരുന്ന മാമിയുടെ തിരോധാനം, അതുപോലത്തെ പല കേസുകളിലും ഈ ADGPക്കും ഒക്കെ പങ്കുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ വളരെ വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇതൊക്കെ
വളരെ സൂക്ഷിച്ച് അന്വേഷണത്തിന് ശേഷമേ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി ചന്തക്കുന്നിൽ ഒരു ആളുകളെ അഭിസംബോധന ചെയ്ത ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ആമുഖം കേട്ട് വേണ്ടിയിരുന്നു. വള്ളത്തോൾ പറഞ്ഞ പോലെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ. അങ്ങനെയാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത്. പകരം അദ്ദേഹം വളരെ കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതിയാണ് ചെയ്തത്. ഓം ശാന്തി BJP-നെ ഉദ്ദേശിച്ചായിരിക്കും. ആകാശങ്ങളിലിരിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അതും നമുക്കും ആരെ ഉദ്ദേശിച്ചാണെന്നറിയാം. ലാൽ സലാം മുഖ്യമന്ത്രിക്കിടും കൊടുത്തു ഒരു താങ്ങ്. അപ്പോൾ അദ്ദേഹം ചരൽ വാരി എറിയുന്നത് ഒരു പോലത്തെ ഒരു പണിയാണ്. അപ്പോൾ എവിടെയിട്ടെങ്കിലും കൊള്ളും എന്ന് കരുതി അദ്ദേഹം ഒരു നമ്പർ ഇറക്കിയാണ്. ഇനി അദ്ദേഹം ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. താൻ തീരുമാനിച്ചാൽ 25 പഞ്ചായത്തുകളിൽ LDF-ന് ഭരണം നഷ്ടപ്പെടും. അദ്ദേഹം അത് ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയാം. അഡ്വക്കേറ്റ് ജയകുമാറിനോട് താനൊരു തീവ്രവാദിയാണെന്ന് പറഞ്ഞപ്പോൾ, ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായി തൻ്റെ ഓഫീസിൽ ഞാൻ വരും, തലവഴി ഒഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ധീരശൂര പരാക്രമിയായ അഡ്വക്കേറ്റ് ജയശങ്കർ പത്തിമടക്കി മാളത്തിൽ ഒളിച്ചു മാപ്പ് പറഞ്ഞ കഥ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യുമെന്ന് നമുക്ക് കരുതാം. അതിനിടയ്ക്ക് RSSൻ്റെ നമ്മുടെ വിശേഷ സമ്പർക്ക പ്രമുഖ് ജയകുമാർ അദ്ദേഹം പറഞ്ഞു, ADGP-മാർ പലരും ഇതിക്ക് മുമ്പ് BJP RS നേതാക്കളുണ്ട്, അതൊന്നും വലിയ വാർത്തയായിരുന്നില്ലല്ലോ, ഇതിപ്പോൾ ഇത്ര വാർത്തയാക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹത്തിനോട്ടും പൊള്ളി എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചിരിക്കാം. മാത്രമല്ല PV അൻവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എൻ്റെ കാൽ വെട്ടിക്കളഞ്ഞാൽ ഞാൻ വീൽ ചെയറിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന്. മിസ്റ്റർ അൻവർ, ചിലപ്പോൾ കാലായിരിക്കില്ല അവർ വെട്ടുന്നത്, അതിന് മുകളിലുള്ള ഒരു ഉരുണ്ട സാധനമുണ്ട് കഴുത്തിന് മുകളിൽ, അത് പോകാതെ നഷ്ടപ്പെടാതിരിക്കാൻ താങ്കൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. എല്ലാ സമയത്തും സ്വാധീനമുള്ളവരെ കൂടെ നിർത്താൻ CPM ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ആരുമാകാം, RSS വരെ ആകാം എന്ന് അവർ 2017 OK വാസുവിനെ കൂട്ടരെയും സ്വീകരിച്ചപ്പോൾ തന്നെ വ്യക്തമായിരുന്നു. ഇങ്ങനെ PV അൻവർ കാലുമാറി ചവിട്ടിയപ്പോൾ എല്ലാ പ്രശ്നത്തിലും കേസെടുക്കാനാണ് മേലധികാരികൾ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഹൈക്കോടതി പൊളിക്കാൻ ഉത്തരവിട്ട അൻവറിൻ്റെ തടയണ പോലും ഇപ്പോൾ കൂടരിഞ്ഞി പഞ്ചായത്ത് അതിന് വേണ്ടി ദർഗാസ് പരസ്യം കൊടുത്തിരിക്കുന്നു, പൊളിച്ചു കളയാൻ വേണ്ടി. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. മാത്രമല്ല വേറെ രസം കൂടിയുണ്ട്, ലീഗിനെ എങ്ങനെയും വളച്ചെടുക്കുക എന്നുള്ള സ്വപ്നം ഇവർ ഉപേക്ഷിച്ചതായും പറയപ്പെടുന്നുണ്ട്. സ്ഥിതി നമുക്കറിയില്ല. വേറെ രസമുള്ളത്, 1994 കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ MV രാഘവൻ എന്നെ കരിങ്കൊടി കാണിച്ചുള്ള DYFI-ക്കാരെ വെടിവയ്പ്പിൽ പുഷ്പൻ എന്ന് പറയുന്നൊരു അദ്ദേഹത്തിന് വെടിയേറ്റു. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ കിണറേഷ് എന്ന് വിളിക്കപ്പെടുന്ന അപരനാമമുള്ള നികേഷ് കുമാർ അഭിവാദ്യം അർപ്പിച്ചത് വളരെ കൗതുക കാഴ്ചയായി എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ADGP അജിത് കുമാർ ഇതിനിടയ്ക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ക്ഷേത്രം, മാടായിക്കാവ് എന്നിവയിലേക്ക് ദർശനം നടത്തി. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, തനിക്ക് രക്ഷയില്ലെങ്കിൽ ദൈവമെങ്കിലും തുണക്കട്ടെ എന്ന് അദ്ദേഹം എന്തായാലും തീർച്ചപ്പെടുത്തി കാണണം. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിക്കാറായി. ഈ സമയത്ത് നമുക്ക് ആദികവി പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നിഷാദ എന്നാണ്. നിഷാദ എന്ന് അരുത് കാട്ടാള എന്നാണ് അർത്ഥം. ഇതിൽ ആരാണ് കാട്ടാളൻ എന്ന് പറയുന്നത്? ക്രൗഞ്ചപക്ഷികൾ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ ആ വേടനോടാണ് വാൽമീകി പറഞ്ഞത് അരുത് കാട്ടാള എന്ന്. ഈ കാട്ടാളൻ എന്ന് പറയുന്ന ആ വേടനെ മാത്രം ഉദ്ദേശിച്ചല്ല, അത് മനുഷ്യരാശിയെ മുഴുവൻ ഉദ്ദേശിച്ചതാണ്. വൈരാഗ്യം, വിരോധം, ദേഷ്യം, അക്രമം, അനീതി ഒന്നും പാടില്ലെന്നാണ് ഈ വാക്യത്തിലൂടെ വാൽമീകി ഉത്ബോധനം ചെയ്തത്. ഇവിടെ നിങ്ങളോടും പറയാനുള്ള അത് തന്നെയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമല്ല ഇവിടെ നടക്കുന്നത്.
ചെറിയ തിന്മയും വലിയ തിന്മയും ആണ്. ഇത് ആരൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.